ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ തോട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ തോട്ടും ഏകദേശം സെയിം ആയിരിക്കും. അത് ആ ഒരു സെയിം തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഈ ഒരു അവസാന T20 മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളതാണ്. സോ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിലെ ആ ഒരു സീരീസിലെ അവസാന T20 മത്സരത്തിനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ജിതേഷ് ശർമ്മ പുറത്തായിട്ട് പകരക്കാരനായിട്ട് സഞ്ജു സാംസൺ ടീമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ 2 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബോളിംഗ് സൈഡിൽ ആവേശ് ഖാനും കുൽദീപും വരാനുള്ള സാധ്യതകളും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഈ ഒരു ചേഞ്ചസ് ആയിരിക്കും മേജറായിട്ട് വരാൻ. എനിക്ക് തോന്നുന്നില്ല ദൂബെ മാറ്റാനും അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഓപ്പണിംഗ് സൈഡിൽ ഗില്ല് വരാനുള്ള സാധ്യതകളൊന്നും ഉണ്ട് എന്ന്. രോഹിത് ശർമ്മ എന്തായാലും റെസ്റ്റ് എടുക്കില്ല. കൂട്ടുകെട്ടിലെ യശസ്വി ജയ്സ്വാൾ മികച്ച ഫോമിലാണ്. അദ്ദേഹത്തിന് അവിടെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. 1 ഡൗൺ ആയിട്ട് കോഹ്ലി ആയിരിക്കും. ഇനി തിലക് വർമ്മയ്ക്ക് അവിടെ സ്പോട്ട് കിടപ്പില്ല. സോ പ്രോബബ്ലി ബാറ്റിംഗ് സൈഡിലെ മെയിൻ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മ പോയിട്ട് പകരം സഞ്ജു സാംസൺ വരിക എന്നാണ്. അല്ലാതെ വേറെ ചേഞ്ചുകളൊന്നും വരാൻ സാധ്യതകളില്ല. എന്തായാലും സഞ്ജു സാംസന് ബാറ്റ് ചെയ്യേണ്ടി വരിക കുറച്ചുകൂടി ഡൗൺ ഓർഡറിലേക്കായിരിക്കും ചാൻസ് കിട്ടിയാൽ തന്നെ. ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് ആ ഒരു സ്ക്വാഡുകളുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഡൂബയ്ക്ക് ആ ഒരു ചാൻസ് ഉറപ്പായിട്ടും കൊടുക്കും. കാരണം ഓസ്ട്രേലിയൻ സീരീസിൽ ടീം സെലക്ട് ചെയ്തിട്ടെങ്കിലും മത്സരങ്ങൾ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സൗത്ത് ആഫ്രിക്കൻ സീരീസ് സെലക്ട് ചെയ്ത് പോലില്ല. ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ 2 മത്സരങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചു. സോ ദുബൈയുടെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാൻ ഈ ഒരു മത്സരത്തിൽ കൂടി അവസരം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ബാക്കപ്പ് വേണം. അപ്പോൾ പ്രോബബ്ലി അതിപ്പോൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദുബൈ തന്നെ ആയിരിക്കും. IPL പെർഫോമൻസ് ഒരു മാറ്റർ ആണോ എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ചിലപ്പോൾ IPL പെർഫോമൻസ് മാത്രം കൊണ്ട് ടീമിന് മൊത്തം അടിമുടി ചേഞ്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് സഞ്ജു സാംസൺ അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ന് കിട്ടാനാണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. സോ മേജറായിട്ട് ഈ ഒരു 3 ചേഞ്ചുകളെ വരാൻ ചാൻസ് ഉള്ളൂ. കുൽദീപ്, ആവേശ് ഖാൻ, അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ. ഈ ഒരു 3 ചേഞ്ചസേ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായത് ജിതേഷ് ശർമ്മയുടെ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞ മുമ്പത്തെ മത്സരത്തിൽ തന്നെ മനസ്സിലായിരുന്നു. ഒരുപാട് ലൈഫ് കിട്ടിയാണ് ആദ്യത്തെ മത്സരത്തിൽ കളിച്ചത്. കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്ന ഫസ്റ്റ് ബോളിൽ തന്നെ പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചൊന്ന് ബൗൺസ് ചെയ്ത ബോളിൽ പുള്ളി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എന്തായാലും സഞ്ജു സാംസൺ നറുക്ക് വീഴുക തന്നെ വേണം, കൊടുക്കുക തന്നെ വേണം. അതിൽ വേറെ മറിച്ച അഭിപ്രായങ്ങളൊന്നുമില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അവൻ്റെ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ തന്നെയാണ്. എനിക്കറിയാം അല്പം ഷോർട്ട് വീഡിയോ, ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് മീ ഗോള സൈനിങ് ഔട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തും. ഞാൻ വൈകിട്ട് മാച്ചിന് മുമ്പായിട്ട് ലൈവ് വരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ബൈ ഗൈസ്.